ഹായ് നമസ്കാരം. വാസ്തുഗ്രഹത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ ടിപ്പ് ബിസിനസ്സുകാർക്കുള്ളതാണ്. നിങ്ങളൊരു ഹോട്ടലോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു സ്ഥാപനം നടത്തുന്ന ആളാണെന്ന് വിചാരിച്ചോളൂ. നിങ്ങൾ നമ്മുടെ ഈ ഓഫീസിൻ്റെ അല്ലെങ്കിൽ സ്ഥാപനത്തിൻ്റെ കയറുന്ന സ്ഥലത്ത് നിങ്ങളുടെ ക്യാഷ് ബോക്സോ ഒക്കെ ആയിട്ട് നിങ്ങളിരിക്കുന്ന ഒരു അവസ്ഥയാണ് ശരിക്കും ഉള്ളതെങ്കിൽ, അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് സ്വൈപ്പിംഗ് മെഷീൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങളിരിക്കുകയാണെന്ന് വിചാരിച്ചോ. അപ്പം അത്തരത്തിൽ നിങ്ങൾ വയ്ക്കുന്ന ആ ടേബിള് ഗ്ലാസ് ടോപ്പ് കഴിയുന്നത് ഒഴിവാക്കുന്നതാണ് ഇതിൻ്റെ മണി ഫ്ലോയ്ക്ക് കുറച്ചുകൂടെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. നമ്മൾ ഗ്ലാസ് ടോപ്പ് ഒഴിവാക്കിയിട്ട്, ഇപ്പം ഞാൻ കണ്ടിട്ടുണ്ട് ഗ്ലാസ് ടോപ്പ് എടുത്ത് വെച്ചിട്ട് അതിൻ്റെ അടിയിൽ പൈസ വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് സ്വസ്തികം വയ്ക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഓബ്ജക്ട്സ് വച്ചിട്ടാണെങ്കിൽ ഗ്ലാസ് ടോപ്പ് ഓക്കെയാണ്. പക്ഷേ പ്ലെയിൻ ആയിട്ടൊരു ഗ്ലാസ് ടോപ്പ് ഒരിക്കലും നിങ്ങൾ വയ്ക്കാൻ പോകും. അഥവാ ഗ്ലാസ് ടോപ്പ് വയ്ക്കുകയാണെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും എനർജി കിട്ടുന്ന ബിംബങ്ങൾ, അതായത് ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ, ബിംബങ്ങൾ ഞാൻ ഉദ്ദേശിച്ചത് ബിംബമല്ല, പ്രതീകാത്മകമായിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ദൈവങ്ങളുടെ പടങ്ങൾ, സ്വസ്തികം, ഈ പറഞ്ഞ നോട്ടിൻ്റെ പ്രിൻ്റ്, ഇങ്ങനെ പൈസയ്ക്ക് റെപ്രസെൻറ്റേഷൻസ് എന്തെങ്കിലും വയ്ക്കാമെങ്കിൽ മാത്രമേ ഗ്ലാസ് ടോപ്പ് നിങ്ങൾ വയ്ക്കും. ഇല്ലെങ്കിൽ വുഡൻ ടോപ്പ് തന്നെയാണ് എപ്പോഴും എനർജി ലെവലിൽ ഹൈ ആയിട്ട് നിൽക്കുന്നത്. ബിസിനസ് സ്ഥാപനത്തിന് ഏറ്റവും നല്ലത് അത് തന്നെയാണ്. അപ്പോൾ ഗ്ലാസ് ടോപ്പ് എന്നുള്ള കാര്യം നിങ്ങൾ ഗ്ലാസ് ടോപ്പ് പൂർണ്ണമായിട്ട് ഒഴിവാക്കണമെന്നല്ല, ഗ്ലാസ് ടോപ്പ് വയ്ക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള കാര്യങ്ങൾ, സ്വസ്തികം അതൊക്കെ അടിയിൽ വെച്ചിട്ട് നമുക്ക് ചെയ്യാമെങ്കിൽ ഓക്കെ. ഇല്ലയെന്നുണ്ടെങ്കിൽ എപ്പോഴും നല്ലത് എന്ന് പറയുന്നത് വുഡൻ ടോപ്പ് തന്നെയാണ്. ഇത്രയും പറഞ്ഞിട്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു നല്ല വീഡിയോയുമായി നിങ്ങൾ എത്തുന്നവരെ നന്ദി, നമസ്കാരം.